തീർച്ചയായും നിങ്ങൾക്ക് ആ ഒരു ഫീ ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ ആരും മിസ്സാക്കരുത്, എല്ലാവരും ചോദിച്ചിട്ട് തന്നെ മേടിക്കണം. TOCയുടെ മാർക്ക് അതേപോലെ ഇങ്ങോട്ട് കയറണം. അത് കറക്റ്റ് കെയർ ആയിരിക്കാന്ന് വെച്ചാൽ കുട്ടികൾ പറഞ്ഞൊരു കാര്യമായിരുന്നു, TMA മാർക്കിൽ ചേഞ്ച് വന്നിട്ടുണ്ട് എന്നുള്ളത്. TMA അതിൻ്റെ റിസൾട്ട് IMBR ആണ് വന്നിട്ടുള്ളത്. ഈ IMBR വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഞാൻ പാസ് എന്നല്ല. റിസൾട്ട് വന്നപ്പോൾ, അതായത് നമുക്ക് റിസൾട്ട് വന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള കുറേ ഇഷ്യൂസ് ഏറ്റവും ഫസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാർ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് PSC, UPSC പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം. ഇനി വാല്യൂന്റെ കാര്യത്തിൽ നോ ടെൻഷൻ. ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല. സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ. ബാർ സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവരിവൺ, ബാർ സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. NOS April 2025 റിസൾട്ട് വന്നു. എന്നാൽ റിസൾട്ട് വന്നിട്ടില്ല. കുറച്ച് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല. ആർക്ക് 10ാം ക്ലാസ് കുട്ടികൾക്കൊന്നും ഇതുവരെ റിസൾട്ട് അപ്ഡേറ്റ് ആയി കിട്ടിയിട്ടില്ല. അതേപോലെ തന്നെ റിസൾട്ട് വന്ന കുട്ടികൾക്ക് തന്നെ ഒരുപാട് കൺഫ്യൂഷൻസ്, മാർക്ക് മാറിപ്പോയി, അതല്ലായിരുന്നു ആദ്യം കിട്ടിയത്, ഇപ്പോൾ ചേഞ്ച് ആയി, കുറഞ്ഞു, കൂടി, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് നമ്മൾ കുട്ടികൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് റിസൾട്ടിലെ ഇഷ്യൂസും അതുപോലെ തന്നെ അതെങ്ങനെ നമുക്ക് സോർട്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. NOS April 2025 +2 വിജയിച്ച കുട്ടികൾക്ക് നമ്മുടെ ബാർ സ്റ്റഡി സെന്റർ നടത്തുന്ന ബാസിന്റെ ഡിഗ്രിയുടെ അഡ്മിഷൻ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് 9 കോഴ്സുകളാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. BA ഇംഗ്ലീഷ്, BA മലയാളം, BA സോഷ്യോളജി, BA പൊളിറ്റിക്സ്, BA ഹിസ്റ്ററി, BA സൈക്കോളജി, BBA, BCom, BSW, ഇങ്ങനെ 9 കോഴ്സുകളിലോട്ടാണ് നമ്മുടെ അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കുട്ടികളാണ് നമ്മുടെ ബാസിന്റെ ഡിഗ്രിയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല നമ്മുടെ ബാസിൽ 6000 കുട്ടികളാണ് ഫൗണ്ടേഷന് വേണ്ടിയിട്ട് എൻറോൾ ചെയ്തിരുന്നത്. ഫൗണ്ടേഷൻ എൻറോൾ ചെയ്ത കുട്ടികളാണെങ്കിൽ, ഫൗണ്ടേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഫീസിൽ ഡിസ്കൗണ്ട് ഉണ്ട്. നമുക്ക് 1000 rupees ഒരു സ്റ്റുഡന്റിന് നമുക്ക് ഡിസ്കൗണ്ട്, അതായത് ഫീസിൽ വേവ് വരുന്നുണ്ട്. അപ്പോൾ ഫൗണ്ടേഷൻ ഡിഗ്രിക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് വരുന്ന കുട്ടികൾ തീർച്ചയായിട്ടും നമ്മുടെ കൗൺസിലേഴ്സിനോട് ഫൗണ്ടേഷൻ സ്റ്റുഡന്റ് ആണെന്ന് പറഞ്ഞാൽ മതി. അവർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഫീ ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ ആരും മിസ്സാക്കരുത്, എല്ലാവരും ചോദിച്ചിട്ട് തന്നെ മേടിക്കണം. ഓക്കെ, അപ്പോൾ ഇനിയും ഡിഗ്രി അഡ്മിഷൻ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളുടെ താഴെ കാണുന്ന നമ്പറോട്ട് വിളിച്ചിട്ട് വേഗം തന്നെ അഡ്മിഷൻ എടുത്തോളൂ മക്കളെ. നമ്മുടെ അഡ്മിഷനൊക്കെ അവസാന ഘട്ടത്തിലാണ്. നമുക്ക് 2 യൂണിവേഴ്സിറ്റികളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഈ 2 യൂണിവേഴ്സിറ്റികളായിട്ടാണ് നമുക്ക് 9 കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ കോഴ്സുകളിലോട്ട് നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോയിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കൂ, നമുക്ക് നമ്മുടെ റിസൾട്ട് വന്നപ്പോൾ, അതായത് നമുക്ക് റിസൾട്ട് വന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള കുറേ ഇഷ്യൂസ് ഏറ്റവും ഫസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ 10ാം ക്ലാസിന്റെ റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല. ഇത് എപ്പോഴാണ് വരിക എന്നുള്ളതാണ്. ഇത് ആദ്യമായിട്ടൊന്നുമല്ല 10ാം ക്ലാസിന്റെ റിസൾട്ട് വൈകി വരുന്നത്. NIOSൽ എപ്പോഴും +2 റിസൾട്ടാണ് ആദ്യം പ്രസിദ്ധീകരിക്കുക. അത് കഴിഞ്ഞ് 1-2 ആഴ്ചക്കുള്ളിലാണ് നമുക്ക് 10ാം ക്ലാസിന്റെ റിസൾട്ട് വരിക. അപ്പോൾ 10ാം ക്ലാസിന്റെ റിസൾട്ട് വരുന്ന സമയത്ത് നമുക്കത് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു വീക്ക് ലാസ്റ്റ് ഒക്കെ ആയിട്ട് എന്തായാലും കിട്ടും. സോ വരുന്ന സമയത്ത് ഇതേപോലെ നമുക്ക് +2 നോക്കിയ പോലെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ആ കാര്യത്തിൽ കൺസേൺ ഒന്നും വേണ്ട. 10ാം ക്ലാസിന്റെ റിസൾട്ട് പെട്ടെന്ന് തന്നെ വരും. അപ്പോൾ ആ റിസൾട്ട് നിങ്ങൾ ഇടയ്ക്കിടക്കും ചെക്ക് ചെയ്ത് നോക്കുക. റിസൾട്ട് വന്നിക്കണം എന്നുള്ള ഇടയ്ക്കിടക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. മാർക്ക് അപ്ഡേറ്റ് ആയിക്കണം എന്നുള്ളതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് ആ റിസൾട്ട് ഇടയ്ക്ക് ആ ഒരു പോർട്ടൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്തിരുന്നു. സോ അവിടെ കയറിയിട്ട് നിങ്ങൾ നിങ്ങളുടെ എൻറോൾമെന്റ് അടിച്ചു കൊടുത്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ റിസൾട്ട് കാണാൻ പറ്റും. സോ വരുന്ന സമയത്ത് നമുക്ക് അവിടെ അപ്ഡേഷൻ കിട്ടും. ഓക്കെ, അതേപോലെ തന്നെ ഒരുപാട് കുട്ടികൾ ചോദിച്ചൊരു കാര്യമായിരുന്നു ക്രെഡിറ്റ് ട്രാൻസ്ഫർ, TOC, ട്രാൻസ്ഫർ ഓഫ് ക്രെഡിറ്റ്സ് ചെയ്ത കുട്ടികളുണ്ടാവും. അതായത് നിങ്ങൾ 2 വിഷയങ്ങൾ ട്രാൻസ്ഫർ ചെയ്തു, ഓൾറെഡി നിങ്ങളെ മുമ്പുള്ള സർട്ടിഫിക്കറ്റിന് 2 വിഷയങ്ങൾ ട്രാൻസ്ഫർ ചെയ്തു, 3 മാത്രം എഴുതിയ കുട്ടികൾ, 4 മാത്രം എഴുതിയ കുട്ടികളായിരിക്കും TOC എടുത്ത കുട്ടികളുണ്ടാവും. അപ്പോൾ ഈ ഒരു TOC ഇപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് വന്നപ്പോൾ 3 വിഷയങ്ങൾക്ക് മാത്രമായിരിക്കും നിങ്ങൾ റിസൾട്ട് കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു 3 വിഷയങ്ങൾ മാത്രം വെച്ചിട്ടായിരിക്കും നിങ്ങൾ പാസ്സായിട്ടുണ്ടാവുക. അപ്പോൾ ഇനി നമ്മളോട് കുട്ടികൾ ചോദിക്കുന്നതാണ്, ഈ ഒരു ക്രെഡിറ്റ് ട്രാൻസ്ഫർ നമുക്ക് എങ്ങനെയാണ് ഇത് അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ക്രെഡിറ്റ് ട്രാൻസ്ഫറിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ +2 ഫെയിൽഡിന്റെ മാർക്ക് ഷീറ്റ്, അതായത് നിങ്ങളുടെ കേരള ബോർഡിനോ CBSE എവിടെ നിന്നാണോ നിങ്ങൾ +2 തോറ്റിട്ടുള്ളത്, ആ തോറ്റ സർട്ടിഫിക്കറ്റ് നിങ്ങൾ NIOS റീജിയൻ സെന്ററിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, അത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലോട് ആഡ് ആവുള്ളൂ. ഇപ്പോൾ നിങ്ങൾ എടുത്ത വിഷയങ്ങൾ എന്ന് പറയുന്നത് 3 സബ്ജക്ട്സുകളായിരിക്കും. ഓക്കെ, നിങ്ങൾ മുമ്പുള്ള ബോർഡിൽ നിന്ന് 2 വിഷയങ്ങൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ TOC ചെയ്തതായിരിക്കും. അപ്പോൾ ഇവിടെ TOC 2 വിഷയങ്ങളും നമ്മൾ എടുത്ത 3 വിഷയങ്ങളും കൂടി മൊത്തം 5 വിഷയങ്ങളാണ് നമ്മുടെ സർട്ടിഫിക്കറ്റിൽ വരിക. സർട്ടിഫിക്കറ്റിൽ 5 വിഷയങ്ങൾ വരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു 2 സബ്ജക്ട് TOCയുടെ മാർക്ക് അതേപോലെ ഇങ്ങോട്ട് കയറണം. അത് കറക്റ്റ് കെയർ ആയിരിക്കാന്ന് വെച്ചാൽ ഈ ഒറിജിനൽ മാർക്ക് ഷീറ്റ് ഫെയിൽഡ് മാർക്ക് ഷീറ്റ് NIOS റീജിയൻ സെന്ററിൽ എത്തിച്ച കുട്ടികൾക്ക് അത് അപ്രൂവ് ചെയ്തവർക്ക് മാത്രമേ ആ ഒരു മാർക്ക് അതിലോട്ട് കയറുള്ളൂ. അപ്പോൾ നിങ്ങളൊക്കെ നിങ്ങളുടെ +2 ഫെയിൽഡ് സർട്ടിഫിക്കറ്റ് NIOS റീജിയൻ സെന്ററിൽ എത്തിച്ചു എന്നുള്ളത് കൺഫേം ആക്കുക. അപ്പോൾ ബാർ സ്റ്റഡി സെന്റർ കുട്ടികളാണെങ്കിൽ നമ്മുടെ എല്ലാ കുട്ടികളുടെയും സർട്ടിഫിക്കറ്റ് ഒക്കെ ഗവൺമെന്റിലോട്ട് NIOS റീജിയൻ സെന്ററിലോട്ട് പോയതാണ്, കൺഫേംഡ് ആണ്. സോ അതിൽ ഇഷ്യൂസ് ഒന്നുമില്ല. സോ നിങ്ങൾ സെൽഫായിട്ട് ചെയ്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒറിജിനൽ കൊടുക്കാതെ TOC
കൊടുത്ത കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ മാർക്ക് ആഡ് ആവില്ല. പിന്നീട് നമ്മൾ അതിന് എക്സ്ട്രാ ഫീ അടച്ചിട്ടൊക്കെ വേണം അത് ആഡ് ചെയ്യാനൊക്കെ. അതിൻ്റെ കുറേ പ്രൊസീജിയേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ NSനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പോസ്റ്റ് പ്രൊസീജിയേഴ്സ് ഒക്കെ വരുന്നത് കൊണ്ടാണ് നമ്മൾ ഇതെല്ലാം കറക്റ്റ് മുന്നേ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ക്രെഡിറ്റ് ട്രാൻസ്ഫർ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ സർട്ടിഫിക്കറ്റിൽ 5 വിഷയങ്ങളാക്കി വരും. അതിൽ 2 വിഷയങ്ങൾ TOCയുടെ ഈ ഒരു TOCയുടെ അതേ മാർക്ക് 2 വിഷയങ്ങൾക്കും 3 വിഷയങ്ങൾ ഇപ്പോൾ നമുക്ക് വന്ന റിസൾട്ടിൻ്റെ മാർക്കുമായിട്ടാണ് വരിക. ഇങ്ങനെ നമുക്ക് 5 വിഷയങ്ങൾ ഫൈനലി വരിക. കുട്ടികൾ വിചാരിക്കും 3 സബ്ജക്ട്സ് മാത്രമേ ഉണ്ടാവുള്ളൂ റിസൾട്ട്. 3 അല്ല, നമ്മൾ ഓൾറെഡി TOC 2 എടുത്തതും കൂടി സർട്ടിഫിക്കറ്റിലോട് ആഡ് ആയി വരണം. അങ്ങനെ വന്നാൽ മാത്രമേ നമുക്കത് കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ TOCയുടെ ഈ ഒരു സർട്ടിഫിക്കേഷൻ അത് നമ്മൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എത്തിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അതേപോലെ തന്നെ കുട്ടികൾ പറഞ്ഞൊരു കാര്യമായിരുന്നു TMA മാർക്കിൽ ചേഞ്ച് വന്നിട്ടുണ്ട് എന്നുള്ളത്. TMA മുമ്പ് ഈ ഒരു റിസൾട്ട് വരുന്നതിന് മുമ്പ് ഞാൻ TMA നോക്കുമ്പോൾ എനിക്ക് 20-ൽ 20 ആയിരുന്നു, എല്ലാത്തിനും 20-ൽ 20 ആയിരുന്നു. പക്ഷെ ഇപ്പോൾ TMAയുടെ മാർക്കിൽ ചേഞ്ച് വന്നു, എനിക്കത് 18-ഉം 16-ഉം 17 ആയിട്ട് കുറഞ്ഞു. ഒരുപാട് കുട്ടികൾ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോ അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു TMAയിലാണെങ്കിലും അതേപോലെ തന്നെ നമുക്ക് ഈ TMAയിൽ തന്നെ നമ്മളിപ്പോൾ ലാബില്ലാത്ത വിഷയങ്ങളൊക്കെ 20 ആയിരിക്കും. ഫുള്ള് എന്ന് പറയുന്നത് 20 ആയിരിക്കും. പക്ഷേ ചില സബ്ജക്ട്സുകൾക്ക് മാക്സിമം മാർക്ക് 16 ആയിരിക്കും, 14 ആയിരിക്കും, 12 ആയിരിക്കും, 10 ഇങ്ങനെയൊക്കെ ഇതൊക്കെ മാക്സിമം മാർക്ക്. ലാബുള്ള വിഷയങ്ങളൊക്കെ പൊതുവെ ഇതായിരിക്കും മാക്സിമം മാർക്ക്. അപ്പോൾ ഈ സ്റ്റഡി സെൻറ്ററിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഫുൾ മാർക്ക് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് 20 വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ശരിക്കും ഇതിൻ്റെ ഫുൾ മാർക്ക് 20 ആവില്ല. അതിന് ഫുൾ മാർക്ക് ചിലപ്പോൾ 16 ഉണ്ടാവുള്ളൂ. ആ മാർക്കാണ് ഇപ്പോൾ വേരിയേഷൻ വന്നിട്ടുണ്ടാവുക. ഇപ്പോൾ ചേഞ്ച് വന്നിട്ടുണ്ടാവുക അതാണ്. സോ നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെട്ടു പോകുന്നൊന്നുമില്ല. അതിനാണ് ഞാൻ മുന്നേ നിങ്ങൾക്ക് കറക്റ്റ് മാർക്ക് എത്രയെന്നുള്ളത് കാണിച്ചു തന്നെ. ഓരോ സബ്ജക്റ്റിൻ്റെയും TMA മാർക്ക് എത്രയെന്നുള്ളത് മുന്നേ ഞാൻ വീഡിയോ ചെയ്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിരുന്നു. സോ ആ മാർക്ക് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ടോ, അതിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഇതല്ലാതെ മാർക്ക് കുറഞ്ഞു പോയി, കിട്ടിയ മാർക്ക് കുറഞ്ഞു പോയി എന്നുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ക്രെഡിറ്റ് ട്രാൻസ്ഫറിൻ്റെ എന്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരാം. സോ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് കൺസേൺസ് ഉണ്ടെങ്കിലും എന്നോട് വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്തിട്ട് ചോദിക്കാവുന്നതാണ്, ഞാൻ റിപ്ലൈ തരും. ഓക്കെ, ഇനി നമ്മുടെ കുട്ടികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എൻ്റെ റിസൾട്ട് IMBR ആണ് വന്നിട്ടുള്ളത്. ഈ IMBR വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഞാൻ പാസ് നല്ലല്ലോ കാണും, IMBR എന്നാണല്ലോ പറയുന്നത്. IMBR പറഞ്ഞാൽ എന്താ അറിയോ സംഭവം, നമ്മളിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 5 വിഷയങ്ങൾ പാസ്സായ കുട്ടി വീണ്ടും ഇമ്പ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ വീണ്ടും നമ്മളത് ഒന്നും കൂടി എഴുതണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും എക്സാം ഫീസ് അടച്ച് വീണ്ടും ഇപ്രാവശ്യം എഴുതിയ കുട്ടികൾ അത് ക്ലിയർ ചെയ്തു. ആ ഒരു മാർക്ക് നമ്മൾ ഇമ്പ്രൂവ് ചെയ്തു എന്നുള്ളതാണ് IMBR കാണുന്നത്. അതായത് പാസ്ഡ് ആണ്, നമ്മൾ ഓൾറെഡി പാസ്സാണ്, നമ്മൾ ഓൾറെഡി പാസ്സായ കുട്ടികൾ വീണ്ടും അത് ഇമ്പ്രൂവ് ചെയ്തു എന്നുള്ളതാണ് ആ IMBRലൂടെ കാണിക്കുന്നത്. അപ്പോൾ അത് അവരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. IMBRലെ കുട്ടികൾക്കും തന്നെ സർട്ടിഫിക്കറ്റ് വരും. സോ ഓൾറെഡി നിങ്ങൾ മുമ്പ് പാസ്സായപ്പോൾ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് വീണ്ടും നമുക്ക് ആ ഒരു സർട്ടിഫിക്കേഷൻ കിട്ടും. അതിന് നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എങ്ങനെയുള്ള ഡീറ്റെയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. സോ ഈ IMBRന്റെ കേസിലൊന്നും ആ ഒരു കൺസേണും അടിക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ അപ്ഡേറ്റ് ആയി വരും. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പോൾ റീചെക്കും റീവാലുവേഷനൊക്കെ നമ്മൾ കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ റീചെക്കും റീവാലുവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എപ്പോഴാണ് ഇതിൻ്റെ റിസൾട്ട് വരിക എന്നുള്ള പ്രശ്നങ്ങളൊക്കെ കുട്ടികൾ പറഞ്ഞു. അത് നമുക്ക് ഏകദേശം 1 മന്താണ് ഇതിൻ്റെ പ്രോസസ്സിംഗ് ടൈം പറയുന്നത് റീചെക്ക് ആൻഡ് റീവാലുവേഷന്. റീചെക്ക് ആൻഡ് റീവാലുവേഷൻ കൊടുക്കുന്ന രീതിയിൽ നമ്മൾ തോറ്റ കുട്ടികളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും എക്സാം ഫീ അടക്കാതിരിക്കരുത്. കാരണം എക്സാം ഫീ അടക്കാനുള്ള ടൈം പോർട്ടലിൽ ഇപ്പോൾ ഓപ്പൺ ആയി കഴിഞ്ഞാൽ അത് അതിൻ്റെ ടൈം ആവും. സോ അപ്പോൾ അത് നമ്മൾ ഈ റീചെക്ക് റീവാലുവേഷൻ റിസൾട്ട് വരുമ്പോഴത്തേക്ക് 1 മാസം വൈകുമ്പോൾ പിന്നെ നമുക്കത് എക്സാം ഫീ അടക്കാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ റീചെക്ക് ആൻഡ് റീവാലുവേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ എക്സാം ഫീ കൂടെ അടച്ചു വെച്ചോളൂ മക്കളെ, നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അഥവാ റീചെക്ക് ആൻഡ് റീവാലുവേഷൻ നമുക്ക് മാർക്ക് കൂടിയില്ലെങ്കിൽ നമുക്ക് ഈ വരുന്ന ഓൺ ഡിമാൻഡിലോ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സെപ്റ്റംബർ ഒക്ടോബറിലോ നമുക്ക് പരീക്ഷ വീണ്ടും എഴുതിയെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇമ്പ്രൂവ്മെന്റ് കൊടുത്ത കുട്ടികളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇമ്പ്രൂവ്മെന്റ് ചെയ്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇനി വരുന്ന ഒക്ടോബറിലോട്ട് തന്നെ നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റും. ഈ ഇമ്പ്രൂവ്മെന്റ് ചെയ്ത കുട്ടികൾക്കാണ് പിന്നെ റിസൾട്ട് വരുമ്പോൾ ഈ IMPR എന്നുള്ള സ്റ്റാറ്റസ് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കുട്ടികൾ നമ്മൾ കൂടുതലായി ചോദിച്ചത്. അല്ലാതെ തന്നെ നമ്മുടെ കുട്ടികൾ കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ ചെയ്തത് ഈക്വലൻസിനെ കുറിച്ചിട്ടാണ്. ഈക്വലൻസിനെ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് കുട്ടികൾ പറഞ്ഞത് ഭയങ്കര യൂസ്ഫുൾ ആയി, ആദ്യമായിട്ടാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ കാണുന്നൊക്കെ പറഞ്ഞു. അത് ആദ്യമായിട്ടാണെന്നുള്ളതാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞത്. അപ്പോൾ അതിലും തന്നെ ഒരുപാട് കുട്ടികൾ സംശയം പറഞ്ഞു. ആ സംശയങ്ങളൊക്കെ ഞാൻ വീഡിയോത്തെ കമന്റിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഈക്വലൻസിക്ക് ഏതൊക്കെ സബ്ജക്ട് കിട്ടും എന്നുള്ളതൊക്കെ കുട്ടികൾ ഒരുപാട് പേര് ചോദിച്ചതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കോമ്പിനേഷൻ വീഡിയോ തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോ നിങ്ങൾക്ക് ചെയ്തുതരാം, ഏതൊക്കെ സബ്ജക്ട്സുകളാണ് കോമ്പിനേഷൻ ഉള്ളത്. അപ്പോൾ ആ സബ്ജക്റ്റ് അല്ലാതെ എടുത്ത കുട്ടികൾ ഈക്വലൻസി ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സബ്ജക്റ്റുകൾ ഇതിലോട്ട് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇനി വീണ്ടും അത് ആഡ് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, അതൊരു വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്ത് നമ്മുടെ റിസൾട്ടിൽ വന്നിട്ടുള്ള ഇഷ്യൂസ് ആണ്. റിസൾട്ടിൽ മാർക്കുകളൊക്കെ മാറി വന്ന കേസുകളൊക്കെയാണ്. അത് ചേഞ്ച് ആവും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ SLC റിസൾട്ട് എപ്പോൾ അനൗൺസ് ആവും എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഏകദേശം കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ മറക്കണ്ട, +2 പാസ്സായ കുട്ടികൾക്ക് നമ്മുടെ ബാസ് സ്റ്റഡീസിന്റെ ഡിഗ്രി അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 9 കോഴ്സുകൾ നമുക്ക് BA BCom BBA BSW ഇങ്ങനെ 9 കോഴ്സുകളിലോട്ട് നമുക്ക് അഡ്മിഷൻ നടക്കുന്നുണ്ട്. വേഗം തന്നെ താഴെ നമ്പറിലോട്ട് വിളിച്ച് നിങ്ങൾ അഡ്മിഷൻ എടുത്തോളൂ മക്കളെ. ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്ന അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.